ലോകത്ത് ഒരു ഭരണാധികാരിയും ഒരു ഭരണകൂടവും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കഴിഞ്ഞ ദിവസം മാലിയിൽ നടന്നത്. രോഗം മൂർച്ഛിച്ച ഒരു 14-കാരന് എയർ ആംബുലൻസ് ആവശ്യപ്പെട്ടപ്പോൾ ഇന്ത്യൻ ഡോണിയർ വിമാനമായതുകൊണ്ട് മാത്രം അത് വിട്ടു നൽകാതെ 16 മണിക്കൂർ മറുപടി പോലും നൽകാതെ വൈകിപ്പിച്ചതിൻ്റെ ഫലമാണ് ഒരു 14-കാരൻ്റെ ജീവൻ മാലിദ്വീപിൽ പൊലിഞ്ഞിരിക്കുന്നു. വിൽമിംഗ്ടണിൽ താമസക്കാരനാണ് ഈ കുട്ടിയും ഈ കുട്ടിയുടെ രക്ഷകർത്താക്കളുമെല്ലാം. ഈ കുട്ടിക്ക് രോഗം മൂർച്ഛിച്ചപ്പോൾ എയർ ആംബുലൻസിനായി അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ 16 മണിക്കൂറായിട്ട് ഒരു മറുപടി നൽകാൻ തയ്യാറായില്ല. ഇതിൻ്റെ പിന്നിൽ ഇന്ത്യൻ ഡോണിയർ വിമാനമാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഇത് ഇന്ത്യൻ വിമാനമായതുകൊണ്ടാണ് അത് നൽകാത്തത് എന്നാണ് പുറത്തു വരുന്ന മറ്റ് ചില വാർത്തകളും. ഏതായാലും ഈ വിൽമിംഗ്ടണിൽ നിന്നും മാലെ, അതായത് മാലിദ്വീപിൽ തലസ്ഥാനമാണ് മാലെ, അവിടേക്ക് കൊണ്ടുപോയി വിദഗ്ധ ചികിത്സയ്ക്കായിട്ടാണ് ഈ എയർ ആംബുലൻസ് ആവശ്യപ്പെട്ടത്. പക്ഷേ അത് വിട്ട് നൽകിയിരുന്നില്ല. ഏതായാലും പിന്നീട് ഈ കുട്ടിയെ മാലയിൽ എത്തിച്ചിരുന്നെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. ഇതോടുകൂടി ജനം തെരുവിലിറങ്ങിയായിരുന്നു. വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ജനം പറയുന്നത് ഇന്ത്യയോടുള്ള വിരോധം തീർക്കാൻ ഈ നാട്ടിലെ ജനങ്ങളെ കൊല്ലുകയല്ല വേണ്ടത് എന്ന ഒരു വലിയ പ്രതിഷേധം ഉയരുന്നു. മുഹമ്മദ് മുയ്സു കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യ വിരുദ്ധതയിൽ തന്നെയാണ് അദ്ദേഹം ജയിച്ചു കയറിയത്. ഇന്ത്യ വിരുദ്ധതയിൽ ഊന്നി മുൻപോട്ട് പോകുന്നു. ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ത്യ വിരുദ്ധതയുടെ ഫലമായി സ്വന്തം നാട്ടിലെ ഒരു പൗരന്, അതും ഒരു കൊച്ചുകുട്ടിയുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.